സോ നമ്മൾ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 30 ക്വാണ്ടിറ്റി ഷോർട്ട് ചെയ്തു. നമ്മൾ ഷോർട്ട് ചെയ്ത ലെവല് 32-ലാണ് 5932. ഓക്കെ, ഈ ഒരു ലെവലാണ് എക്സാക്ട്ലി ഷോർട്ട് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 50-ക്ക് മേലെയാണ്. നിയർലി 18 പോയിന്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. ജസ്റ്റ് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്ക് ഓൾറെഡി 1:2 മേലെ കിട്ടിയതാണ്. ഇതിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, നമ്മൾ മാക്സിമം റൺ ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ 400 റുപ്പീസോളം പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ചെറിയ റിസ്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ഒരു എൻട്രി എടുക്കാനുള്ള റീസൺസ്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഈ ഒരു ബ്രേക്ക് ഔട്ട് റീട്രേസ്മെൻറ്റിലാണ് നമ്മൾ എൻട്രി എടുത്തത്. ലക്കിലി ആ ഒരു റീട്രേസ്മെൻറ്റ് എൻഡിൽ തന്നെ നമുക്ക് എൻട്രി കിട്ടി. ഒരു നല്ലൊരു ഫോളോ വന്നു. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. സോ നമുക്ക് അവിടെ വരെ ടാർഗറ്റ് മാക്സിമം നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 0 ലോസ് സ്ട്രാറ്റജിയാണ്. എന്നാലും ഇപ്പോൾ ചെറിയ ലോസ് ഉണ്ട്. റിസ്ക് എന്ന് പറയുന്നൊരു 550 റുപ്പീസോളം റിസ്ക് ഉണ്ട്. ഈ സ്റ്റോപ്പ് ലോസ് എൻ്റെ ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഇട്ടായാൽ 550 രൂപയോളം ലോസ് വരും. അപ്പോൾ ഈ ഒരു കീ ലെവല് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മുടെ എൻട്രിയിട്ട് അവിടെ വെക്കാം. ഇപ്പോൾ എന്തായാലും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, പക്ഷേ സസ്റ്റെയിൻ ചെയ്തില്ല. അവിടെ ഒരു ഡോജ് വന്നിട്ട് തിരിച്ച് കയറി പോവാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ലോസ് ആയാലും നമുക്ക് ചെറിയൊരു ലോസ് മാത്രമേ വരുന്നുള്ളൂ. 600 റുപ്പീസിന് താഴെ മാത്രമേ ലോസ് വരത്തുള്ളൂ. സോ ഇപ്പം 150 റുപ്പീസ് നിയർലി എൻ്റെ എൻട്രിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ആഴ്ചയിൽ ആദ്യത്തെ ട്രേഡാണ്. അപ്പോൾ ലെറ്റ്സ് ഈ ഒരു ട്രേഡ് എങ്ങനെ പോകുന്നു ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ കാണാൻ പറ്റുന്ന പോലെ വീണ്ടും ഒരു ഫോള് വന്നു. എന്നിട്ട് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് എക്സാക്ട്ലി ആ കീ ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോയി. സോ ഇനിയിപ്പോൾ ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തുവാണ്. ബ്രേക്ക് ആയാൽ നമുക്ക് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഗ്യാപ്പെങ്കിലും ഫിൽ ചെയ്യണം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റും പോസിബിൾ ആണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് 700 റുപ്പീസ് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ട്രേഡ് എൻഡായി. 1656 രൂപ പ്രോഫിറ്റ് കിട്ടി. പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് വന്നു. 1 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കാം. ഓക്കെ, സോ നമ്മൾ ഷോർട്ട് ചെയ്ത ലെവല് 62-ലാണ്. അറൗണ്ട് ഈ ഒരു ലെവലാണ് ഷോർട്ട് ചെയ്തത്. ഞാൻ രാവിലെ തന്നെ പറഞ്ഞതാണ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലായപ്പോഴാണ് എക്സിറ്റ് ആയത് 57-ലാണ്. ഇത്രയും മൂവ്മെൻ്റാണ് നമുക്കിന്ന് കിട്ടിയത്. സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആയിരുന്നു. നമുക്ക് ഏതാണ്ട് 1:3 അടുപ്പിച്ച് റിസ്റ്റ് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ട്രേഡായിരുന്നു. 55 പോയിൻറ്റോളം നമുക്കിവിടെ റിസ്റ്റ് റിവാർഡ് കിട്ടിയതാണ്. നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കാനും മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാസമാണ് കണ്ടു തുടങ്ങിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഴയ വീഡിയോസ് കാണുക. അപ്പോൾ എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈലിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് മാർക്കറ്റിൽ തന്നെ ഞാൻ ലൈവ് ട്രേഡ് എടുത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് മിസ്സാവരുത്. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കാൻ എനിക്ക് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. നോർമലി പണ്ടത്തെ അതേ ട്രേഡിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ആക്ഷനാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യാം. അതായത് ആദ്യം നമുക്ക് 1 അവർ ടൈം ഫ്രെയിം നോക്കാം. 1 അവർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രീവിയസ് റിജക്ഷൻ കാണാൻ പറ്റും. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ 7-ാം തീയതി എക്സാക്ട്ലി 7-ാം തീയതി ഇവിടെ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. സെയിം ആ ഒരു റിജക്ഷനിലാണ് ഇന്ന് ഓപ്പൺ ആയത്. ആ 7-ാം തീയതിയിലെ 9:15 ക്യാൻഡിലും ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിലും സെയിം ലെവലിൽ നിന്നാണ് റിജക്റ്റ് ആയത്. സോ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഡൗൺ സൈഡ് വരാനാണ്. അപ്പോൾ അത് പ്രതീക്ഷയാണ് നമ്മൾ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിയത്. ഇതാണ് നമ്മുടെ റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇതൊരു അത്യാവശ്യം 3-4 ടച്ച് കിട്ടിയ ഒരു ട്രെൻഡ് ലൈനാണ്. 3 ദിവസം മുന്നേ ബ്രേക്ക് ഔട്ട് ആയ ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല, ഡ്യൂ ആണ്. സോ ആ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡൗൺ സൈഡ് മൂവ്മെൻറ്റും നമുക്ക് ഒരു ക്ലൂ തരുവാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഇനി വരാനുള്ള ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ഒരു ബെയറിഷ് സിഗ്നൽ തന്നെയാണ് തരുന്നത്. പിന്നെ നമ്മൾ ഫിബൊനാച്ചി യൂസ് ചെയ്തിട്ട് ഈ ഒരു റീട്രേസ്മെൻറ്റ് ഈ ഒരു സ്വിംഗ് ലോ തൊട്ട് റീസെൻറ്റ് ഈ ഒരു സ്വിംഗ് ഹൈ വരെ മാർക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും 0.5 എന്ന് പറയുന്ന ലെവൽ ഇത്രയും താഴെയാണ്. സോ ഈ ഒരു ലെവൽ വരെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ആദ്യം 0.382 എന്ന് പറഞ്ഞ ലെവൽ ടച്ച് ചെയ്യും. എന്നിട്ട് 0.5 ടച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമാണ്. സോ അതും നമുക്കൊരു ബെയറിഷ് സിഗ്നൽ തന്നെയാണ് തരുന്നത്. അപ്പോൾ
ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് ചെയ്തത്. അപ്പോൾ അത്രയും മൂവ്മെൻ്റ് ഒന്നും വന്നില്ലെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ലെവൽസ് ടച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 3 മേജർ റീസൺസ്. പിന്നെ ഞാൻ ഷോർട്ട് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് ഞാൻ രാവിലെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഈ ഒരു ലെവലിലാണ് നമ്മൾ ഷോർട്ട് ചെയ്തത്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ എൻട്രി ടൈം ചെയ്തത്. അതുപോലെ തന്നെ ആ ഒരു റീട്രേസ്മെൻറ്റ്, ഇവിടുത്തെ ബ്രേക്ക് ഔട്ട് റീട്രേസ്മെൻറ്റിൽ നമ്മൾ എൻട്രി എടുത്തു. നല്ലൊരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഞാൻ എക്സിറ്റ് ആയത് ഈ ഒരു ലെവലിലാണ്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത്. രാവിലെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പ്ലാൻ ഇതായിരുന്നു. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തപ്പോൾ ഞാൻ എക്സിറ്റ് ആയി. ഞാൻ കൂടുതൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടാണ് അവിടെ എക്സിറ്റ് ആയത്. പക്ഷേ കുറച്ച് സൈഡ് വേസ് പോയിട്ട് കുറച്ച് ആ ഒരു ലെവലിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ട്രേഡിൻ്റെ എൻഡായി. സോ ഇന്ന് വലിയൊരു മൂവ്മെൻറ്റ് കിട്ടാത്തൊരു ദിവസമാണ്. 2-3 ദിവസമായിട്ടും ബജാജ് അത്ര വലിയ ഒരു യൂണി ഡയറക്ഷൻ മൂവ് ഒന്നും തരുന്നില്ല. അപ്പോൾ ഇന്നലെ നോക്കുവാണെങ്കിൽ ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് അപ്പ് സൈഡിലോട്ട് തന്നത്. പക്ഷേ എന്നാൽ കൂടി ഒരു ഇത്രയും ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ എൻട്രി എടുക്കാത്തത്. ഇന്നലെ മിനിഞ്ഞാന്നൊന്ന് ട്രേഡ് എടുക്കാൻ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടിയില്ല. സോ എന്തായാലും ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു ചാൻസ് കിട്ടി. നമുക്കവിടെ 1656 രൂപ പ്രോഫിറ്റും കിട്ടി. ഓക്കെ, ചെറിയ റിസ്ക് ഉള്ള ട്രേഡാണ്. ഞാൻ ഇത് ബ്രേക്ക് ലെവൽ ആക്കിയില്ല. കാര്യം പെട്ടെന്ന് തന്നെ ഒരു മൂവ്മെൻറ്റ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞ കീ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു മൂവ്മെൻറ്റ് വന്നു, ടാർഗറ്റ് ഇട്ടായി. അപ്പോൾ നമ്മളവിടെ എക്സിറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം ട്രേഡിംഗ് ക്രാഷ് കോഴ്സ് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അവിടെ നമ്മൾ സിസ്റ്റം ട്രേഡിങ്ങിനെ പറ്റി വിശദമായിട്ടൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻറോൾ ചെയ്യേണ്ട ഡീറ്റെയിൽസും എല്ലാം ടെലിഗ്രാം ചാനലുണ്ട്, ഫ്രീ ആണ്, അത് മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.